ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. മൻ ഹുവ ബത്തലു മഖാമാത്തുൽ ഹരീരി. മഖാമാത്തുൽ ഹരീരിയിലെ നായകൻ ആരാണ്? മഖാമാത്തുൽ ഹരീരി, മഖാമാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസും പോയട്രിയൊക്കെ കൂടി അതിൽ ഗദ്യം ഉണ്ടാവും, പദ്യം ഉണ്ടാവും. ആ വിധത്തിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള രചനകളാണ്, കൃതികളാണ്. പിന്നെ അതിലൊരു റാവി, ഒരു നരേറ്റർ ഉണ്ടായിരിക്കും, കഥ പറയുന്ന ഒരാൾ. പിന്നെ അതുപോലെ ഒരു ബത്തൽ, ഒരു നായകൻ ഒക്കെ ഉണ്ടായിരിക്കും. എനിവേ, ഈ മഖാമാത്തുൽ ഹരീരിയിലെ നായകൻ ആരാണ് എന്നാണ് ചോദ്യം. അത് അബൂ സെയ്ദ് അസ്സറൂജി എന്ന ആളാണ്. ഉദ്കുർ അൻ ഉസ്ലൂബിൽ ഹരീരി ഫി മഖാമാത്തിഹി. ഹരീറിയുടെ മഖാമാത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ ഈ മഖാമാത്തുൽ ഹരീറിയിൽ അദ്ദേഹത്തിൻ്റെ ശൈലി എന്താണ്, എങ്ങനെയാണ്, അതിനെക്കുറിച്ച് പറയുക. വൽ മഖാമാത്തു ആദത്തൻ, മഖാമാത്തുകൾ സാധാരണയിൽ തൻതവി അല ആയത്തിൻ ഖുർആനിയ, ഖുർആനിൻ്റെ ആയത്തുകളെ വ അഹാദീസ നബവിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ വ അംസാലിൻ വ ഹികമിൻ, ഉപമകളും അതുപോലെ തത്വജ്ഞാനങ്ങളും. ഉപമകൾ, തത്വജ്ഞാനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ, ഖുർആൻ്റെ ആയത്തുകൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നു. തൻതവി, ഉൾക്കൊള്ളുന്നു. മൻ ഹുവൽ കാത്തിബുൽ മഷ്ഹൂർ അല്ലദി അദ്ഖലൽ ഹിക്മത്തൽ ഫാരിസിയ്യത്തൽ ഹിന്ദിയ. ഇന്ത്യൻ പേർഷ്യൻ തത്വജ്ഞാനത്തെയും അതുപോലെ യൂനാനി മന്തിക്കിനെയും അറബി ഭാഷയിലേക്ക് കൊണ്ടുവന്ന ആൾ ആരാണ്? എഴുത്തുകാരൻ ആരാണ്? ഈ ഇന്തോ പേർഷ്യൻ, ഇന്ത്യൻ പേർഷ്യൻ തത്വജ്ഞാനം, അതുപോലെ യൂനാനി മന്തിക്കിനെയും അറബിയിലേക്ക് കൊണ്ടുവന്ന എഴുത്തുകാരൻ ആരാണ്? ഇബ്നുൽ മുഖഫ. ഉദ്കുർ ബഅദ മുഅല്ലഫാത്തിൽ ജാഹിലി. ജാഹിലിൻ്റെ രചനകളിൽ നിന്ന് ചിലത് പറയുക. ചിലത് ഏതൊക്കെയാണ്? അൽ ബയാൻ വത്തബീൻ, കിതാബുൽ ഹയവാൻ, അൽ ബുഖലാ, അൽ മഹാസിൻ വൽ അൽദാദ്, അത്താജ് ഫി അഖ്ലാഖിൽ മുലൂക്ക്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. 5. മാഹിയ അലാഖത്തു കിതാബി ഖലീലാവദിംന മഅൽ ഹിന്ദ്. ഖലീലാവദിംന എന്ന ഗ്രന്ഥത്തിന് ഇന്ത്യയുമായിട്ടുള്ള ആ പുസ്തകത്തിൻ്റെ ബന്ധം എന്താണ്? അൽ അസ്ലുൽ ഹിന്ദി, അതിൻ്റെ ഈ അതിൻ്റെ ശരിക്കുള്ള പുസ്തകം ഖലീലാവദിംനയുടെ അടിസ്ഥാന ഗ്രന്ഥം പഞ്ചതന്ത്ര കഥകളാണ്. അൽ അസ്ലുൽ ഹിന്ദി ലി പഞ്ചതന്ത്ര യജ്മഉ ബൈന നസ്രി വശഅരി. ഗദ്യവും പദ്യവുമൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ള പഞ്ചതന്ത്ര കഥകളുണ്ടല്ലോ, അതാണ് ഈ ഖലീലാവദിംനയുടെ അടിസ്ഥാനം. അതാണ് ഇന്ത്യയുമായിട്ടുള്ള അതിൻ്റെ ബന്ധം. പഞ്ചതന്ത്ര കഥകൾ എന്ന് പറയാൻ അത് ഇന്ത്യനാണല്ലോ. ഉദ്കുർ ബഅദ അഖ്സാമി റസായിലി ഫിൽ അസ്റിൽ അബ്ബാസി. അബ്ബാസി കാലഘട്ടത്തിലെ കത്തുകളുടെ വിഭാഗങ്ങളിൽ ചിലതിനെ പറയുക. റസായിലു ദീവാനിയ വറസായിലു ഇഖ്വാനിയ. മാഹിയൽ മഖാമാത്ത്. മഖാമാത്തുകൾ എന്നാൽ എന്താണ്? ഹിയ, അത് ഖിസ്സത്തുൻ ഖസീറ, ചെറിയ കഥകളാണ്, കുഞ്ഞു കഥകൾ. തുക്തബു ബിലുഗത്തിൻ ഇഖാഇയത്തിൻ, താളമുള്ള ഭാഷയിൽ അതിനെ എഴുതപ്പെടുന്നു. മുതഅമത്തുൻ ബിശ്ശഅരി, കവിതയും കൂടി ചേർന്നിട്ടുള്ള, അപ്പോൾ കവിതയും കൂടി ചേർന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു താളാത്മകമായ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള ചെറിയ കഥകളാണ്. 8.
ഒതുക്കുർ ബഅദ മുഅല്ലഫാത്ത് ഇബ്നുൽ അമീദ്, ഇബ്നുൽ അമീദിൻ്റെ രചനകളിൽ നിന്ന് ചിലതിനെ പറയുക. അവിടെ കൊടുത്തിട്ടുള്ള പേരുകളൊക്കെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ കിതാബുകളുടെ പേരാണ്, നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ഐന വുലിദ അൽ ഖാളി അൽ ഫാളിൽ, ഖാളി അൽ ഫാളിൽ അദ്ദേഹത്തെ പ്രസവിക്കപ്പെട്ടത് എവിടെയാണ്? മത്ത, എപ്പോഴാണ് പ്രസവിക്കപ്പെട്ടത്? വുലിദ അൽ ഖാളി അൽ ഫാളിൽ ബി മദീനത്തി അസ്ഖലാൻ ഷിമാല ഗസ്സ ഫി ഫലസ്തീൻ സന 529. ഖാളി ഫാളിലിനെ അസ്ഖലാൻ എന്ന പട്ടണത്തിലാണ്, ഫലസ്തീനിലെ ഗസ്സയുടെ വടക്കു ഭാഗത്തുള്ള അസ്ഖലാൻ എന്ന പട്ടണത്തിലാണ് അദ്ദേഹത്തെ പ്രസവിക്കപ്പെട്ടത്. ഹിജ്റ 529. ഫി അയ്യി ഫനിൻ ഇഷ്തഹറ ബദിഉസ്സമാൻ അൽ ഹമദാനി, ബദിഉസ്സമാൻ അൽ ഹമദാനി എന്നയാൾ പ്രസിദ്ധനായത് ഏതു കലയിലാണ്, ഏതു ഫന്നിലാണ്? അൽ മഖാമാത്ത്, മഖാമാത്തിലാണ്. ഷാഇറുൻ മഷ്ഹൂറുൻ അബ്ബാസിയൻ കതബഹ അൽ അദബുസ് സഗീർ വൽ അദബുൽ കബീർ, അദബുസ് സഗീർ എന്ന ഗ്രന്ഥം അതുപോലെ അദബുൽ കബീർ എന്ന ഗ്രന്ഥം എഴുതിയ അബ്ബാസി കാലഘട്ടത്തിലെ പ്രസിദ്ധനായ കവി ആരാണ്? അബ്ബാസി കവി ആരാണ്? അബ്ദുല്ലാഹി ഇബ്നുൽ മുഖഫ്ഫഅ. മൻ ഹുവ റാവി ഫി മഖാമാത്തി ബദിഉസ്സമാൻ അൽ ഹമദാനി, ബദിഉസ്സമാൻ ഹമദാനി അദ്ദേഹത്തിൻ്റെ മഖാമാത്തിലെ റാവി ആരാണ്? ഞാൻ പറഞ്ഞല്ലോ, മഖാമാത്ത് ഒരു നരേറ്റർ ഉണ്ടായിരിക്കുന്നവരല്ലേ, കഥ പറയുന്ന ഒരു ആളുണ്ടായിരിക്കും, അതിന് റാവി എന്ന് ഉദ്ദേശിക്കുന്നത്. ആ റാവി ആരാണ്? അത് ഈസ ഇബ്നു ഹിഷാമാണ്. മാ ഹുവൽ ഇസ്മുൽ കാമിൽ ലിൽ ഖാളി അൽ ഫാളിൽ, ഖാളി അൽ ഫാളിലിൻ്റെ പൂർണ്ണമായ പേരെന്താണ്? അതപ്പുറത്ത് ആ ആൻസറിലുള്ള ആ പേര്. ഫി അയ്യി അസ്രിൻ, ഏത് കാലഘട്ടത്തിലാണ് കിതാബ് അൽഫ് ലൈലത്തിൻ വലൈല, അൽഫു ലൈലത്തിൻ വലൈല എന്ന ഗ്രന്ഥം, അതായത് 1001 രാവുകൾ എന്ന ഗ്രന്ഥം രചിക്കപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? ഫിൽ അസ്രിൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടത്തിലാണ് അതിന് രചിക്കപ്പെട്ടത്. മൻ ലുഖിബ അൽ ഉസ്താദ്, ഉസ്താദ് എന്ന് സ്ഥാനപ്പേര് നൽകപ്പെട്ട ആൾ. വൽ ജാഹിൽ ഉസാനി, രണ്ടാമത്തെ ജാഹിൽ, രണ്ടാം ജാഹിൽ എന്നും പേര് നൽകപ്പെട്ടു. അദ്ദേഹം ആരാണ്? ഇബ്നുൽ അമീദ് എന്ന ആളാണ്. മൻ ഹുവ ഷാഇറുൽ മുലഖബു ബി റഹീനിൽ മുഹബ്ബസൈനി, റഹീനുൽ മുഹബ്ബസൈൻ എന്ന് സ്ഥാനപ്പേര് നൽകപ്പെട്ട കവി ആരാണ്? അത് അബുൽ അല അൽ മഅരി, അബുൽ അല അൽ മഅരി എന്ന ആളാണ്. മത്ത വുലിദ അൽ ബുഹ്തുരി, ബുഹ്തുരി പ്രസവിക്കപ്പെട്ടത് എപ്പോഴാണ്? 821. മൻ ഹുവ സാഹിബ് ദീവാനുൽ ഹമാസ, ദീവാനുൽ ഹമാസയുടെ കർത്താവ് ആരാണ്? അബു തമാം. മൻ ഹുവ ഷാഇറു അല്ലദീ ഇഷ്തഹറ ബിവസ്ഫിൽ ഖംരി ഫിൽ അസ്രിൽ അബ്ബാസി, മൻ ഹുവ ഷാഇർ, ആരാണ് കവി? അല്ലദീ ഇഷ്തഹറ പ്രസിദ്ധനായി തീർന്നു, ബിവസ്ഫിൽ ഖംരി ഫിൽ അസ്രിൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടത്തിൽ മദ്യത്തെ വർണ്ണിച്ചുകൊണ്ട് പ്രസിദ്ധനായി തീർന്ന കവി ആരാണ്? അബൂ നുവാസ് എന്ന കവിയാണ്. ഉദ്കുർ ബഅദ കുതുബി ലി അബുൽ അല അൽ മഅരി, അഞ്ചാമത്തെ ചോദ്യമാണത്. അബുൽ അല അൽ മഅരി എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ചിലതിനെ പറയുക. ചില കിതാബുകൾ: റിസാലത്തുൽ ഗുഫ്രാൻ വൽ ലുസൂമിയാത്ത്. ഖീല അബൂ തമാം വൽ മുത്തനബ്ബി ഹക്കീമാനി, അബൂ തമാം മുത്തനബ്ബിയും ഹക്കീമാനി രണ്ട് തത്വജ്ഞാനികളാണ്. അമ്മ ഷായിറു, അപ്പോൾ ഷായിർ കവി ആരാണ്? അൽ ബുഹ്തുരി, കവി ബുഹ്തുരിയാണ്. അതായത് അബൂ തമാം മുത്തനബ്ബി ഹക്കീമാനി അവർ രണ്ടുപേരും തത്വജ്ഞാനികളാണ്. അമ്മ ഷായിറു, അപ്പോൾ കവി എന്ന് പറഞ്ഞ കവി ഫൽ ബുഹ്തുരി, ബുഹ്തുരിയാണ്. അയ്യു ഷാഇരിൻ യുഅറഫു ബി അബി മുആദ്, അബു മുആദ് എന്ന് അറിയപ്പെട്ട കവി ആരാണ്? അൽ മുത്തനബ്ബി, മുത്തനബ്ബിയാണ്.
മാ ഹുവൽ ഇസ്മുൽ കാമിൽ ലി അബി തമാം, അബു തമാമിൻ്റെ പൂർണ്ണമായ പേരെന്ത്? അബുൽ അല അൽ ഹബീബ് ഇബ്നു ഔസ് ഇബ്നു ഹാരിസ് തായി. മാ ഹുവൽ ഇസ്മുൽ ഹക്കീമുശ് ശുഅറാ ഔ ഷാഇറുൽ ഹുകമാ. അയ്യ ഷാഇരിൻ അബ്ബാസി യുറഫ് ബിഹാദൽ ലഖബി, ഈ സ്ഥാനപ്പേര് കൊണ്ട് അറിയപ്പെട്ട അബ്ബാസിയ കവി ആരാണ്? അബ്ബാസിയ കാലഘട്ടത്തിലെ ആരാ? അബുൽ അല അൽ മഅരി 10. അബു അലി അൽ ഹസൻ ഇബ്നു ഹാനി ഇബ്നു അബ്ദുൽ അവൽ ഇബ്നു സബാഹ് അൽ ഹക്കമി. ഹക്കമി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൻ്റെ പേരാണ്. അത് ഇസ്മുൽ കാമിൽ പരിപൂർണമായ പേരാണ്. ലി ഡാഷ് ലി അബൂനുവാസ്, അബൂനുവാസിൻ്റെ പേരാണത്. മാഹിയ സൗറത്തുല്ലത്തി ഷാറക ഫിഹൽ ബാറൂദി, ബാറൂദി പങ്കെടുത്ത വിപ്ലവം ഏതാണ്? അസൗറത്തുൽ ഉറാബിയ, ഉറാബിയ വിപ്ലവം. ബഅദ ഫശ്ലി സൗറത്തുൽ ഉറാബിയ, ഉറാബിയ വിപ്ലവം പരാജയപ്പെട്ടതിന് ശേഷം ഇല ഐന നുഫിയ ബാറൂദി, ബാറൂദിയെ നാട് കടത്തപ്പെട്ടത് എവിടേക്കാണ്? ഇല കൊളംബോ ആസിമത്ത്, ശ്രീലങ്കയുടെ തലസ്ഥാനമായ കൊളംബോയിലേക്ക്. അയ്യുഷാരി യുറഫു ബി അമീർ ഷുറ, അമീർ ഷുറ എന്നറിയപ്പെടുന്ന കവിയാരാണ്? അഹമ്മദ് ഷൗഖി. മാ ഹിയൽ മസ്റഹിയാത്തു ശഅരിയത്തുൽ മഷ്ഹൂറത്തു ലി അഹമ്മദ് ഷൗഖി, അഹമ്മദ് ഷൗഖിയുടെ പ്രസിദ്ധമായ നാടക കവിത ഏതാണ്? മസ്റഹിയാത്തു ശഅരിയ, കാവ്യാത്മകമായ നാടകം, നാടക കവിത ഏതാണ്? അത് മസ്റഹിയാത്ത് എന്നാട്ടാ, മസ്റഹിയാത്തുകളുണ്ട്, നാടകങ്ങൾ. അശ്ശഅരിയ കാവ്യാത്മകമായിട്ടുള്ള നാടകങ്ങൾ അത് ഏതാണ്? ഏതൊക്കെയാണ്? മസ്റഉ ക്ലിയോപാട്ര, ക്ലിയോപാട്രയുടെ പതനം അല്ലെങ്കിൽ മരണം എന്നൊക്കെയാണ് അർത്ഥം. മജ്നൂൻ ലൈല, കംബീസ്, അലി ബഖ് അൽ കബീർ, അമീറ അൽ ഉന്ദുലുസ്, അൻതറ, അസിത്തുഹുദ എന്നാണ് കേട്ടോ. അസിത്തുഹുദ. പിന്നെ മാഹിയ ലഖബു ഹാഫിൽ ഇബ്രാഹിം, ഹാഫിൽ ഇബ്രാഹിമിൻ്റെ സ്ഥാനപ്പേരെന്തായിരുന്നു? ഷാഇർ നൈൽ, നൈലിൻ്റെ കവി. ഷാഇറു ഷുഅബ് അല്ലെങ്കിൽ ജനതയുടെ കവി എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ലഖബ്, ലഖബ് ആലമു, വിളിപ്പേര്, സ്ഥാനപ്പേര്. മൻ അല്ലഫ അലാബാബി സിജിനി അബിൽ അല, അലാബാബി സിജിനി അബിൽ അല എന്ന ആ ഗ്രന്ഥം രചിച്ചത് ആരാണ്? മഅറൂഫ് റസാഫി എന്നാലാണ്. മാ ഹുവ ഉൻവാനു ഖസീദത്തി നാസിക്കിൽ മലായിക അല്ലത്തി യുഅ്തഖദു അന്നഹ അവ്വൽ ഖസീദത്തിൻ ഫി ശഅരിൽ ഹുർ, സ്വതന്ത്ര കവിതയിലെ ആദ്യത്തെ കവിത എന്ന് കണക്കാക്കപ്പെടുന്ന നാസിലുൽ മലായിക്കയുടെ ഖസീദ കാവ്യം ഏതാണ്? ഖസീദത്തു കോളറ, കോളറ എന്ന കവിതയാണ്. അത് അഭിപ്രായ വ്യത്യാസം ഉണ്ട് അതിൽ. ചില ആളുകൾ പറഞ്ഞത് ഈ നാസിക്കുൽ മലായിക്കയുടെ ഈ കോളറ എന്ന ഗ്രന്ഥമാണ് എന്ത് സ്വതന്ത്ര കവിതയിലെ അഷേറുൽ ഹുർ, സ്വതന്ത്ര കവിതയിലെ ആദ്യത്തെ ഗ്രന്ഥം എന്ന് അറിയപ്പെടുന്നത് ഈ നാസിക്കുൽ മലായിക്കയുടെ കോളറയാണെന്ന് പറയുന്നുണ്ട്. അതല്ല, മറ്റൊരു ഗ്രന്ഥമാണ് എന്നും അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. മൻഹുവ ഷഖീഖു ഫദ്വ തൂഖാൻ അല്ലെങ്കിൽ തൗഖാൻ, ഫദ്വ തൗഖാൻ്റെ ഷഖീഖ്, ഷഖീഖ് എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെയുള്ള ഉമ്മയും വാപ്പൊക്കെ ഒന്നായിട്ടുള്ള സഹോദരൻ ആരാണ് എന്നാണ്. ഇബ്രാഹിം തൗഖാൻ, അദ്ദേഹമാണ് ഈ ഫദ്വ തൗഖാൻ്റെ ഷഖീഖ്, സഹോദരൻ. മാ ലുഖിബ ഫദ്വ തൗഖാൻ ബിഹസ്ബി മഹ്മൂദ് ദർവേഷ്, മഹ്മൂദ് ദർവേഷിൻ്റെ അഭിപ്രായത്തിൽ ഫദ്വ തൗഖാനെ വിളിക്കപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് സ്ഥാനപ്പേരായി വിളിക്കപ്പെട്ട പേരെന്താണ്? മാ ലുഖിബ, എന്ത് പേരിലാണ് അവരെ സ്ഥാനപ്പേര് നൽകപ്പെട്ടത്? അവർക്ക് നൽകപ്പെട്ടത് ഉമ്മുശ്ശഇരിൽ ഫലസ്തീനി എന്നാണ്. ഉമ്മുശ്ശഇരിൽ ഫലസ്തീനി എന്നാണ്. ഐന ഉലിദ ഖലീൽ മത്തറാൻ,
ഖലീൽ മത്തറാനെ പ്രസവിക്കപ്പെട്ടത് എവിടെയാണ്? ബാലബക് എന്ന സ്ഥലത്താണ്. ബാക്കി പിന്നെ വായിക്കാം.